കണ്ണൂർ എടക്കാട് സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ മൺമറഞ്ഞുപോയ പ്രമുഖരായ എഴുത്തുകാരെ അനുസ്മരിച്ചു. ടി.പി. സുകുമാരൻ, എടക്കാട് നാരായണൻ, ടി.വി. കരുണാകരൻ, അഷ്റഫ് അടൂർ, റസാഖ് കുറ്റിക്കകം, പ്രൊഫസർ പി. കൃഷ്ണൻ തുടങ്ങിയവരുടെ അനുസ്മരണമാണ് സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. നാടകരചയിതാവും സംവിധായകനുമായ ടി.കെ.ഡി. മുഴപ്പിലങ്ങാട് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും സോപാനം എന്ന് പറയുന്ന ഈ ദൈവാരിക കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പരിചയക്കാരിൽ ആരുടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ അത് ഈ പുസ്തക രൂപത്തിലേക്ക് അതിന്റെ ലേഖനങ്ങൾ മാറ്റുന്നതിന് സഹായകമാകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞാൻ നടത്തുകയാണ്. സോപാന മാസികകൾ എഴുതിയിട്ടാണ് ടി.പി. സുകുമാരൻ മാസ്റ്ററും അതുപോലെ ധാരാളം ആളുകളും മലയാള സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സോപാനം എന്ന് പറയുന്ന ഈ മാസിക അല്പം ഇടതുപക്ഷ ചായവുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഈ ഇടതുപക്ഷ ചായവ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതിൽ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളാണ് കണ്ണൂരിൽ നിന്നും നല്ല നിലയിൽ നടന്നിരുന്ന ഒരു പ്രസിദ്ധീകരണം നിന്നുപോകാൻ കാരണം എന്നുകൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഡോക്ടർ എ. വത്സൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനു ആയിച്ചാങ്ങണ്ടി, അംബുജം കടമ്പൂർ, ബഷീർ കളത്തിൽ, രവീന്ദ്രൻ കിഴുന്ന, സത്യൻ എടക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.